ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു അന്വേഷണ സംഘം. സംസ്ഥാന വ്യാപകമായി രാഹുലിന് വേണ്ടി പരിശോധന നടത്തുകയാണ്. എത്രയും വേഗം കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷ് ആ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. മാനസ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം ചേരുന്നു. മാനസ, ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്, ഏതായാലും ഇന്ന് നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നേരിൽ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തേടിയുള്ള അന്വേഷണത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ വിവിധ ഇടങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ രാഹുലിനെ കണ്ടുകിട്ടിയിട്ടില്ല. രണ്ട് കാലിന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നിടത്തോളം കാലം കോൺഗ്രസിന് വേണ്ടി പ്രചാരണം നടത്തും എന്ന് പറഞ്ഞ് മിനിറ്റുകൾക്കുള്ളിലാണ് മാങ്കൂട്ടം മുങ്ങിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ എങ്ങനെയാണ് മാനസ? മനു, ഗുഡ് മോർണിംഗ്. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ തലവേദനയായി കൊണ്ടിരിക്കുന്ന രണ്ട് രാഹുലുകളാണ് ഉള്ളത്. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റേത് രാഹുൽ ഈശ്വറും എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളാണ്. ഈ കേസ് വന്നതിന് പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉണ്ടായത്. അതിനിടയിൽ ഒരു ദിവസം തിരുവനന്തപുരത്ത് എത്തി എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും തന്നെ ലഭ്യമാകാത്തതിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും രാഹുലിനായുള്ള തെരച്ചിൽ പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ ഊർജിതമാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ADGP H. വെങ്കടേഷിന്റെ നിർദ്ദേശപ്രകാരം ഒന്നുകൂടി ശക്തമാക്കിയിരിക്കുകയാണ്. അതായത് സംസ്ഥാന വ്യാപകമായി രാഹുലിനായുള്ള തിരച്ചിൽ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിലും കോയമ്പത്തൂരിലും പരക്കെ അന്വേഷണം നടത്തുന്നു എന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കോയമ്പത്തൂരിലേക്ക് രാഹുൽ കടന്നു കളഞ്ഞിട്ടുണ്ടാകും എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നീക്കം പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഏതായാലും ഇതിനോടകം തന്നെ രാഹുലിനെ ആയുള്ള തെരച്ചിൽ ഊർജിതമാക്കുന്നതിനോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെയും തന്നെ തുടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ ശബ്ദരേഖ പരിശോധിക്കുന്ന ഒരു നീക്കമുണ്ടായിരുന്നു. തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു ശബ്ദരേഖ പരിശോധിച്ചത്. ആ പരിശോധനയിൽ രാഹുലിൻ്റേത് തന്നെയാണ് ശബ്ദം എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം 5ഓളം റെക്കോർഡുകളാണ് പുറത്തു വന്നത്, മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ആ റെക്കോർഡിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റേത് തന്നെയാണ് ആ ശബ്ദം എന്നുള്ളത്. എങ്കിൽ കൂടിയും അത് ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ ദിവസം നടത്തുകയായിരുന്നു. ആ ശാസ്ത്രീയമായ പരിശോധനയിലും രാഹുലിൻ്റേത് തന്നെയാണ് ശബ്ദം എന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതോടെ തെളിവുകളൊക്കെയും തന്നെ രാഹുലിനെ കുറുക്കുമുറുക്കുന്നു, അല്ലെങ്കിൽ രാഹുലിനെതിരെ ശക്തമാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം അതോടൊപ്പം തന്നെയാണ് പരാതിക്കാരി, അതായത് അതിജീവിതയുടെ മൊഴി ഉണ്ടായിരുന്നു. താൻ 3 മാസത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഗർഭ ചിത്രത്തിനായുള്ള ഗുളിക കഴിച്ചത്. അത് തന്നിൽ മാനസിക സമ്മർദ്ദവും ശാരീരിക ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നാലെ ആത്മഹത്യയിലേക്ക് പോകാൻ യുവതി ശ്രമിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ആശുപത്രിയിൽ കിടന്നതിൻ്റെ രേഖകളൊക്കെയും തന്നെ അന്വേഷണ സംഘത്തിന് സമർപ്പിച്ചിരുന്നു. ഒപ്പം പരിശോധിച്ച ഡോക്ടറെയും യുവതി പറഞ്ഞു കൊടുത്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാരുടെ മൊഴി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം എടുത്തിരുന്നു. ആ ഡോക്ടർമാരുടെ മൊഴിയിലും ഇക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. 2 ഗുളികകളാണ് യുവതി കഴിച്ചത്. അത് 1.5 മാസം, അതായത് 7 ആഴ്ച പ്രായമുള്ളപ്പോൾ കഴിക്കേണ്ട ഗുളികയാണ് കുഞ്ഞിന് 3 മാസം പ്രായമുള്ളപ്പോൾ യുവതി കഴിച്ചത്. അത് തീർച്ചയായും അപകടാവസ്ഥയിലാക്കുന്ന രീതി തന്നെയാണ്. മാത്രമല്ല ഒരുപക്ഷെ ജീവൻ പോലും ഇല്ലാതാക്കുന്ന ഘട്ടത്തിലേക്ക് ഈ ഗുളിക കഴിക്കുന്നത് വഴി എത്തിയേക്കാമെന്ന കാര്യവും ഡോക്ടർമാർ പറയുന്നു. ഇത് തന്നെയായിരുന്നു യുവതിയും പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത്. ആ കാര്യം കൂടി പുറത്തു വന്നതോടെ, അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്നതോടുകൂടി രാഹുലിനെതിരെ കുരുക്കുമുറുകുന്ന ഒരു രീതി തന്നെയാണ് ഉണ്ടായത്. ഉടൻ തന്നെ അന്വേഷണം വീണ്ടും ഊർജിതമാക്കുകയായിരുന്നു. ഒരുപക്ഷെ രാഹുൽ മറ്റെവിടേക്കെങ്കിലും കടന്നു കളയാനുള്ള എല്ലാവിധ നീക്കങ്ങളും നടത്തിയേക്കാമെന്ന കാര്യവും മുന്നിലുണ്ട്. അതിനായുള്ള എല്ലാ തടസ്സവും അല്ലെങ്കിൽ അതുകൂടി മുന്നിൽ കണ്ടുള്ള ഒരു പരിശോധന തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് എന്ന് തന്നെയാണ് അറിഞ്ഞിട്ടുള്ളത്. നോട്ടീസൊക്കെ ഇറക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രം പതിച്ച് നോട്ടീസുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ അതേ മുന്നറിയിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം വിട്ടാൽ അല്ലെങ്കിൽ ആ രീതിയിൽ ഈ മുങ്ങാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള നീക്കങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോയമ്പത്തൂരിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ വലിയ പരിശോധന നടത്തുന്നു. അതായത് ഒരു വലിയ സംഘം പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ ടീമുകളായി തിരിഞ്ഞ് ആ രീതിയിലാണോ പരിശോധനകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു പരിശോധന തന്നെയാണ് ഏത് വിധേനയും ഇവിടെ നിന്ന്, അതായത് കേരളത്തിൽ നിന്നും നിന്നും മുങ്ങാനുള്ള ഒരു പ്രവണതയും നീക്കവും രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. അതിനായുള്ള എല്ലാ പഴുതടച്ചുള്ള അന്വേഷണം തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നത്. അതായത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വിമാനത്താവളം വഴിയോ റെയിൽവേ സ്റ്റേഷൻ വഴിയോ ഒരുപക്ഷെ രാഹുൽ കടന്നു കളയുന്ന ഒരു നീക്കമുണ്ടെങ്കിൽ അതൊക്കെയും തന്നെ തടയാനുള്ള രീതിയിലുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. അതായത് തമിഴ്നാട് കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണ സംഘത്തിന്റെ ഒരു സംഘം അവിടെ പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്തും മറ്റിടങ്ങളിലും ഇതേ രീതിയിലുള്ള പരിശോധന ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്നത്.